കോഴിക്കോട് ചെറുവണ്ണൂരിൽ ജുവലറിയിൽ മോഷണം. കട കുത്തി തുറന്ന് 250 ഗ്രാം സ്വർണവും 7 കിലോ വെള്ളിയും കവർന്നു. പിലാരത്ത് മീത്തൽ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള പവിത്രം ജുവലറിയിലാണ് മോഷണം നടന്നത്. പോലീസും ഫോറൻസിക് ടീമും പരിശോധന നടത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം 5:30-ക്കാണ് കടപൂട്ടുന്നത്. പിന്നെ കടപൂട്ടി പോയി. പിന്നെ ഇന്ന് രാവിലെ വീട്ടിൽ കടേൻ്റെ അപ്പുറമുള്ള ആൾ വിളിച്ച് പറഞ്ഞാണ് പിന്നെ ബേക്കിലെ ചുമര് കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒക്കെ ചുമര് പൊട്ടിക്കുന്നു ശരിയുണ്ട്. പിന്നെ കുറേ വലിയ ആഭരണങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, അതും നഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സേഫെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഒക്കെയാണ്. പിന്നെ അങ്ങനെയാണ് സ്ഥിതിയുള്ളത്. വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, എപ്പോഴാണ് മോഷ്ടാക്കളെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ വൈകിട്ട് 5:00 കൂടിയിട്ട് ഈ പേരാമ്പ്രയിലുള്ള ചെറുവണ്ണൂരുള്ള ഈ പവിത്രം എന്ന് പറയുന്ന ജ്വല്ലറി അടച്ച് അതിന്റെ ഉടമ വീട്ടിൽ പോയിരുന്നു. തുടർന്ന് വൈകിട്ടോ രാത്രികളിലോ ഒക്കെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ട സംഭവം നടന്നതായിട്ട് പ്രദേശത്തെ മറ്റ് കച്ചവടക്കാരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കടയിലെ പവിത്രം എന്ന് പറയുന്ന ജ്വല്ലറിയിലെ ഷെൽഫും സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മറ്റ് അലമാരകളൊക്കെ കുത്തി തുറന്നിട്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയത്. സംഭവത്തെ തുടർന്ന് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയിട്ടുണ്ട്. പ്രതിയെ കുറിച്ചിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 250 ഗ്രാം 4 കിലോയോളം സ്വർണവും വെള്ളിയാഭരണങ്ങളുമാണ് മോഷണം പോയിട്ടുള്ളത്. ഇതിന് വെള്ളിയാഭരണങ്ങളാണ് 7 കിലോയോളം വെള്ളിയാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയിട്ടുണ്ട്. പ്രതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണം പ്രതിയിലേക്ക് എത്തുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി പോയിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദവിവരങ്ങൾ നൽകിയത്.